പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്നത്തെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായി യു ഡി എഫിന്റെ മുന്നണി വിപുലീകരണം പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുകയാണ്. കേരളത്തിലെ എൻ ഡി എയിലുള്ളവരും ബി ജെ പിയിലുള്ളവരും പ്രതിപക്ഷ നേതാവിന്റെ വീട് കയറി നിരങ്ങുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മുന്നണി വിപുലീകരണമാണ്. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള കേരള കാമരാജ് കോൺഗ്രസ്, നല്ല കോൺഗ്രസ് ആണ് കാമരാജ് കോൺഗ്രസ്. അതായത് വരും കാലങ്ങളിൽ മാങ്ങാണ്ടി ഉൾപ്പെടെയുള്ളവർ തിരിച്ചു വന്നാൽ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റിയ ഒരു കാമരാജ് കോൺഗ്രസ് എന്ന പേരിലുള്ള എൻ ഡി എയുടെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ആ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഇന്ന് ഔദ്യോഗികമായിട്ട് യു ഡി എഫ് മുന്നണി യോഗത്തിന് ശേഷം സതീശൻ യു ഡി എഫിന്റെ അസോസിയേറ്റ് പാർട്ണറാക്കി എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ നടത്തുകയാണ്. ഈ യു ഡി എഫ് യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ശ്രീ പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി സി കെ ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. കേട്ടല്ലോ, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മുന്നണിയിൽ എടുത്തു എന്നതിനെ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള വ്യക്തി അനൗൺസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അവരുമായിട്ട് എന്തെങ്കിലും ചർച്ച നടക്കാതെയുണ്ടോ? അവരുമായിട്ട് അതിനെ സംബന്ധിച്ച് ഡീൽ ഉറപ്പിച്ചിട്ടായിരിക്കണമല്ലോ പരസ്യമായിട്ട് വന്ന് ഇത് പറയേണ്ടത്. പക്ഷേ സതീശന്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷമാണ് സതീശന്റെ വീട്ടിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കയറി ഇറങ്ങി നിരങ്ങിയവരെല്ലാം നമ്മളോടൊപ്പം വരും, നമ്മളോടൊപ്പം എല്ലാം ഡീലായിട്ടുണ്ട് എന്ന രീതിയിൽ പരസ്യ പ്രഖ്യാപനത്തിൽ വരുമ്പോൾ ഒരു സ്വയം സേവകനായിട്ടുള്ള ഞാൻ അതിന് തയ്യാറല്ല എന്ന് മാധ്യമങ്ങളെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം, അതായത് അതേ ഒരു കാര്യം പറയുന്നുണ്ട്, ബി ജെ പിയിൽ നിൽക്കുന്നതായിരുന്നാലും ശരി കോൺഗ്രസിൽ നിൽക്കുന്നതായിരുന്നാലും ശരി രണ്ടും ഒരുപോലെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്നാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്, ഇപ്പുറത്തോട്ട് മാറി നിന്നാലും വലിയ വ്യത്യാസമില്ല. ഒരു സ്വയം സേവകനായിട്ടുള്ള ഞാൻ അവിടെ നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇവിടെയാണ്, എൻ്റെ കച്ചവടങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന ആളിൻ്റെ വാക്കിൻ്റെ വില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാളൊക്കെയാണ് കോൺഗ്രസിൻ്റെ വലിയ അപ്പോസ്തലന്മാരായിട്ട് വാചകം അടിക്കുന്നത്. അതായത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ടൊരു കാര്യം മാധ്യമങ്ങളിലൂടെ അനൗൺസ് ചെയ്യുമ്പോൾ ആ പറഞ്ഞ ആൾ വന്നിട്ട് പറയാണ് ഇയാൾ എന്ത് വിവരക്കേടാണ് പറയുന്നത്, ഞാൻ അങ്ങനെ ചെല്ലാമെന്ന് ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ കുറച്ച് തലയ്ക്കകത്ത് ആൾ താമസം ഉണ്ടെങ്കിൽ ചിന്തിക്കാവോ, ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ പൊട്ടത്തരമാണ്. അങ്ങനെ പൊട്ടത്തരമായിരുന്നില്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ മുന്നണി പ്രവേശനം നടത്തിക്കഴിഞ്ഞു എന്ന രീതിയിൽ എല്ലാ ഡീലും ധാരണയുമായതിനു ശേഷം പ്രഖ്യാപിച്ച കാര്യത്തിൽ ഇയാൾ എന്ത് വിടുവായത്തരമാണ് പറയുന്നത്, അങ്ങനെ വരാൻ ഞാൻ തയ്യാറായിട്ടില്ല എന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ എൻട്രി കൊടുത്ത ആൾ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കാമോ എന്ന് കോൺഗ്രസ്സുകാർ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഈ പ്രതികരണം കേട്ടിട്ട് തന്നെ തീരുമാനിക്കൂ. എനിക്ക് മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടാമത് മനസ്സുകൊണ്ട് 14 വയസ്സ് വരെ ഇപ്പൊ 62 വയസ്സ് വരെ ഞാനൊരു സ്വയംസേവനാണ്. ആ സ്വയംസേവനത്വത്തിൽ തന്നെ ഞാൻ ഉറച്ച് ജീവിക്കുന്നയാളാണ്. എന്നെ പോലെ ഒരാൾക്ക് അതില് ചെന്നെത്തിയാൽ നിൽക്കാൻ എത്ര ദിവസം കഴിയും എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാത്തിനും വ്യക്തമായ അഭിപ്രായം പറയുന്ന ആളാണ്. അതത് പറ്റൂല എന്നൊക്കെ ഉള്ള അറിയാം. രാഷ്ട്രീയ ബോധം എനിക്കും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു താങ്കൾ ഇപ്പോ എൻ ഡി എയുടെ ഭാഗമാണ്, എൻ ഡി എയുടെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് താങ്കൾക്കുള്ള ഒരു അതൃപ്തി എതിർകക്ഷിയായിട്ടുള്ള യു ഡി എഫിന്റെ നേതാക്കളോട് പറയുന്നത് സ്വാഭാവികതയില്ലേ? ഉണ്ട്. സുഹൃത്തുന്നാലും കമ്മ്യൂണിസ്റ്റ് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെ സുഖമാണോ പ്രവർത്തിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തുറന്നു പറയുന്ന കാര്യം നമ്മൾ ഷെയർ ചെയ്യും. പൊളിറ്റിക്കലായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻ നടക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഈ വിഷയത്തിൽ ഡിസ്കഷൻ നടന്നിട്ടേ ഇല്ല. അല്ല, അതില് ഒരു കാര്യം ഞാൻ ഇപ്പൊ ചാനലിൽ കൂടി കണ്ടത്, നിങ്ങളുടെ ഏതൊരു ചാനലിലാണ് കണ്ടത്, ഇങ്ങനെ കത്ത് തന്നു, ഇങ്ങനെ അപേക്ഷ നൽകി, അതിൻ പ്രകാരം ചർച്ച ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഞാൻ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുത്തേ. സി കെ ജാനു എൻ ഡി എയിൽ നിന്നെയാണ് നേരത്തെ. അസോസിയേറ്റ് മെമ്പറാക്കാനാണ് തീരുമാനിച്ചത്. ഘടകകക്ഷിയാക്കിയ യു ഡി എഫിന്റെ ഭാഗമാകാൻ തയ്യാറാണ്, അതാണോ പ്രശ്നം? അല്ലല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല.
ഇതിപ്പോ രണ്ടും ഒരുപോലെ തന്നെ ഏകദേശം, ഇതിലിരിക്കും പോലെ തന്നെ അതിലിരിക്കുന്നത്. പക്ഷെ ഇതില് എന്റെ വിഷയങ്ങള് രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധിവരെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട് സംസാരിച്ച്. എന്റെ വിഷയങ്ങള് ഇത്രയേ ഉള്ളൂ. അത് ഇതിൽ ചാനലിൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. NDAയിലും കേട്ടോട്ടെ അവര് ഈ ഘടകകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഈ പ്രതികരണം പുറത്തു വന്നതിന് ശേഷം സതീശന്റെ മെഴുകലാണ് ബഹുക്കേമം. വല്ലാത്ത ജാതി തൊലിക്കട്ടി തന്നെ. ഒരു തവണ വാർത്താ സമ്മേളനം വിളിച്ച് ഇതാ ഞങ്ങളുടെ ഘടകകക്ഷിയാണെന്ന് പറയുക, പിന്നാലെ ആ വിഷയത്തിൽ കിടന്ന് മെഴുകുന്ന രീതി കണ്ടിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ക്വാളിറ്റി ഇയാൾക്കുണ്ടോ ഇല്ലയോ എന്ന് കോൺഗ്രസ്സുകാർക്കെങ്കിലും ചിന്തിക്കാനുള്ളൊരു സാഹചര്യമാണ്. നിലപാടാണത്രേ, നിലപാട്. വാക്കിന് വിലയില്ലാത്ത ഒരു വൻ പരാജയമാണോ എന്ന് ഈ പ്രതികരണം കേട്ട് വിലയിരുത്തും. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഇനി ഒരു അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു, അത് എല്ലാവരും തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇവരെല്ലാവരും അൻവറിന്റെ തന്നിട്ടുണ്ട്, ഇവരെല്ലാവരും. അല്ലെന്നേ, അല്ലാതെ ഞങ്ങളായിട്ട് എന്തിനാ അദ്ദേഹം ഞങ്ങളെയൊക്കെ കണ്ടതെന്തിനാ പിന്നെ? ഞങ്ങളെല്ലാം കണ്ടതെന്തിനാ പിന്നെ? അതാണല്ലോ ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചെന്തിന്? ഇന്നലെ വൈകുന്നേരം 5:42 7:41 എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനത് കോൾ റെക്കോർഡ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇന്ന് രാവിലെ എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെയും. അപ്പോൾ നമ്മൾ പറഞ്ഞത് UDF തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞത്. അസോസിയേറ്റ് മെമ്പർ ആവുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് UDF ഇന്ന് അപ്പം ഞങ്ങളെല്ലാവരും തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇത് അംഗീകരിച്ചേക്കാൻ 3 പേരുടെ കാര്യം. അപ്പോൾ വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അസോസിയേറ്റ് മെമ്പർ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. UDF എടുത്ത തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടോ? കൺവീനറോ മറ്റാരെങ്കിലും വിളിച്ചു മറ്റോ അങ്ങനെ അല്ല, അറിയിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അറിഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. അതിനും അദ്ദേഹം പറഞ്ഞില്ലേ, ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് വന്ന് നിങ്ങളെ കാണുമല്ലേ ചെയ്തത്. അല്ല, അവർക്ക് അസോസിയേറ്റ് മെമ്പറാകാനോ UDF ആയിട്ട് സഹകരിക്കാനോ താല്പര്യമില്ല എന്നൊരു തീരുമാനം അവർക്ക് എടുക്കാം. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ് പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ്യതയാണ് ഓരോരുത്തർ കാണിക്കുന്നത്.